ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം 2023 ഇഷ്ടം പോലെ പുതിയ വണ്ടികൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ വർഷം, അതായത് 2023 ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയ 9 വണ്ടികളെ പറ്റിയാണ്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ 3 വണ്ടികൾ ഒറ്റയടിക്ക് പറയാം. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇത് 2023 സ്റ്റാർട്ടിങ് ആ ഒരു കാലത്ത് തന്നെ ഹോണ്ട നിർത്തിയതായിരുന്നു. ആദ്യത്തെ വണ്ടി നമ്മുടെ WRV ആണ്. WRV എന്ന് പറയുമ്പം കുറച്ചു കാലം മുന്നേ ഇറങ്ങിയ ഒരു സബ്ഫോമീറ്റർ ക്രോസ് ഓവർ SUV ആയിരുന്നു. ജാസ് ബേസ്ഡ് ആയിട്ടുള്ള ക്രോസ് ഓവർ ആണിത് ബേസിക്കലി. പക്ഷേ എന്നാൽ ഇറങ്ങിയ കാലത്ത് അത്യാവശ്യം നന്നായിട്ട് വിറ്റുപോയൊരു വാഹനം കൂടിയാണ്. കാരണം ഇതിനകത്ത് സൺറൂഫ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇറങ്ങിയ കാലത്ത്. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞതിൻ്റെ ബാക്കി വണ്ടികൾ വന്ന സമയത്ത് ഈ വണ്ടിയുടെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോയി. പിന്നെ ഇതിൻ്റെ ഡീസൽ എഞ്ചിനൊക്കെ ഹോണ്ട പതുക്കെ നിർത്തിയായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ 2023 സ്റ്റാർട്ടിങ് ആയപ്പോഴേക്കും ഹോണ്ട ഈ ഒരു വാഹനം നിർത്തി. പക്ഷേ എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളും കൊണ്ട് നിരത്തിപ്പിടിച്ചാണ് ഹോണ്ട ഇങ്ങനെ നിർത്തിയത്. അതിലെ അടുത്ത വണ്ടിയാണ് ജാസ്. ഈ ജാസ് ആക്ച്വലി ഞാനിപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം ജാസാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക്കായിട്ട് നിൽക്കുന്നത്. ഫോർജൻ സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാസ് ആയിക്കോട്ടെ, WRV ആയിക്കോട്ടെ, എല്ലാ വണ്ടികളിലും ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം ഹാച്ച് ബാക്സിൻ്റെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു അബോവ് 4 മീറ്റർ കോമ്പാക്റ്റ് SUV അല്ലെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളുടെ അത്രയും ബാക്ക് സീറ്റ് സ്പേസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനം കൂടിയായിരുന്നു ആ കാലത്ത് ജാസ്. പിന്നെ അഗൈൻ നമുക്കറിയാം നിർത്തിപ്പോയി. ഈ വണ്ടിക്ക് ലാസ്റ്റ് ആയപ്പോഴേക്കും വലിയ ഡിമാൻഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാ കാലത്തെയും ജാസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജന്മൺ ജാസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ജെൻ വന്നപ്പോഴേക്കും അത് അവർ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തു. ഡീസൽ ഓപ്ഷൻ കൊടുത്തു, 1.2 പെട്രോൾ എഞ്ചിൻ കൊടുത്തു. അങ്ങനെ അത്യാവശ്യം വിറ്റ് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നെ അഗൈൻ കാലം ചെല്ലും തോറും വണ്ടിയുടെ ഡിമാൻഡ് കുറഞ്ഞു, ആൾക്കാർ ഈ വണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അടുത്ത മൂന്നാമത്തെ വണ്ടി ഏതാണെന്ന്. അത് 4th ജനറേഷൻ ഹോണ്ട സിറ്റി ആണ്. പലർക്കും ഈ വണ്ടി സ്റ്റിൽ സെയിൽ ഉണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നു. 2020 നമുക്ക് 5th ജനറേഷൻ ഹോണ്ട സിറ്റി ഇന്ത്യയിൽ കിട്ടുന്നത്. പക്ഷേ എന്നാൽ അത് ഒരു വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അതിനങ്ങനെ ഒരു പ്രോപ്പർ ബേസ് മോഡൽ പോലൊന്നും ഇല്ലായിരുന്നു. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 11 lakhs മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോണ്ട ഏകദേശം 10 lakhs, 9.5 lakhs അങ്ങനെയൊക്കെ പ്രൈസ് വെച്ചിട്ട് 4th ജനറേഷൻ ഹോണ്ട സിറ്റി അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നു. അതായത് പെട്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡീസലൊന്നും ഉണ്ടായിരുന്നില്ല, ടോപ്പ് വേരിയൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 വേരിയൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഒരു എൻട്രി ലെവൽ സെഡാൻ എന്ന രീതിയിൽ, അതായത് പെർഫോമീറ്റർ കാറ്റഗറിയിൽ അമേസ് അല്ലാണ്ട് അമേസ് സബ്ഫോമീറ്റർ ആണല്ലോ. അത് കഴിഞ്ഞ് തൊട്ട് മുകളിൽ നിൽക്കുന്ന സിറ്റി ലൈനപ്പിൽ തന്നെ അവർ ഈ വണ്ടി കണ്ടിന്യൂ ചെയ്തു. അത് എന്നിട്ട് നിർത്തിയത് ഈ പറയുന്ന 2023 സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിട്ടാണ്. ആൻഡ് ഈ വണ്ടി അങ്ങനെ വലിയ രീതിയിൽ അവർ വിറ്റ് കൊണ്ടിരുന്നൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു റീസൺ ഡീലർഷിപ്പുകാരും കൂടിയാണ്. കാരണം 5th ജൻ ഹോണ്ട സിറ്റി ഉള്ളതുകൊണ്ട് അവർ അതിൽ പ്രോഫിറ്റ് മാർജിൻ കൂടുതലായതുകൊണ്ട് ആൾക്കാർ അതിലേക്ക് പുഷ് ചെയ്യും. ഈ വണ്ടി അങ്ങനെ എടുക്കാൻ പെട്ടെന്ന് പറയില്ല. പക്ഷെ എന്നാൽ അറിഞ്ഞു പോകുന്ന ആൾക്കാർ ഈ വണ്ടി എടുത്തിരുന്നു ആ കാലത്ത്. ഹോണ്ടയുടെ വണ്ടികൾ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി 4ാമത്തെ വണ്ടി ഒരു ലെജൻഡറി ആയിട്ടുള്ള വണ്ടി എന്നതിനുപരി ഒരു ലെജൻഡറി ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് മാരുതി സുസുക്കി ഇന്ത്യയിൽ വണ്ടികൾ വിൽക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു എഞ്ചിനാണ് അവരുടെ 800cc എഞ്ചിൻ. അതിപ്പോൾ 800cc നമ്മൾ പറയുമെങ്കിലും ശരിക്കും ഇതൊരു 796cc എഞ്ചിനാണ്. ആൻഡ് ഇതിൻ്റെ പേര് F8D എന്നാണ്. ഈ എഞ്ചിൻ ഫൈനലി അവർ നിർത്തി. ഈ എഞ്ചിൻ മാത്രമല്ല, ഈ വണ്ടി മൊത്തത്തിൽ നിർത്തി. നമുക്ക് ഓൾട്ടോ 800 എന്ന് പറയുന്നൊരു മോഡൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ആകെ 1 ലിറ്റർ എഞ്ചിൻ വരുന്ന K10 എഞ്ചിനുള്ള ഓൾട്ടോ K10 മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ വണ്ടി ഇതിൻ്റെ കാലത്ത് നന്നായിട്ട് തന്നെ വിറ്റിരുന്നൊരു വണ്ടിയായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ K10 മാത്രം ഉള്ളതുകൊണ്ട് പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോയി. അതുകൊണ്ട് ആ വണ്ടിയുടെ സെയിൽ പണ്ട് ഓൾട്ടോയ്ക്ക് കിട്ടിയിരുന്ന പോലെ 20,000, 25,000 ഒന്നും കിട്ടുന്നില്ല. 10,000, 12,000 ഒക്കെയാണ് മാക്സിമം ഇപ്പം ഓൾട്ടോയുടെ സെയിൽസ് വരുന്നത്. അതിൻ്റെ ഒരു വലിയ റീസൺ ഈ വണ്ടി നിർത്തിപ്പോയതാണ്. പക്ഷേ അഗൈൻ ആൾക്കാർ ഇപ്പോൾ കൂടുതലും ആ ഒരു കുറച്ചുകൂടെ മുകളിൽ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ വാങ്ങാൻ തുടങ്ങിയതുകൊണ്ടും അതുപോലെ F8D എഞ്ചിൻ BS 6.2 അപ്ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടൊക്കെയാണ് അവർ ഈ ഒരു എഞ്ചിൻ നിർത്തിയത്. ഇനി അടുത്ത 2 വണ്ടികളാണ് സെയിം കമ്പനിയുടെ. അതിലൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്ന സ്കോഡയുടെ സൂപ്പർബ്. ഇത് നിർത്തി എന്ന് പറയുമ്പോഴും അതിലൊരു ക്യാച്ച് ഉണ്ട്. കാരണം 2024 സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പുതിയ ലോട്ട് കൂടി ഇവർ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അതായത് ഈ വണ്ടി ഇവിടെ CKD ആയിട്ടാണല്ലോ അവർ അസംബിൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അസംബിൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് വിൽക്കും. അതാണ് ഇവർ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന പരിപാടി. കഴിഞ്ഞ വർഷം അവരങ്ങനെ കൊണ്ടുവന്ന വണ്ടികൾ തീർന്നുപോയി. അതുകൊണ്ടാണ് ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്ന് പറഞ്ഞ്, അതായത് ബേസിക്കലി സോൾഡ് ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ പറയപ്പെടുന്ന ഈ വർഷം സ്റ്റാർട്ടിങ് ഈ കറണ്ട് ജനറേഷൻ വണ്ടി തന്നെ നമുക്ക് കുറച്ചും കൂടെ അവർ കൊണ്ടുവരും എന്നാണ്. അല്ലെങ്കിൽ പറയപ്പെടുന്നത് 2024 കുറച്ച് കഴിയുമ്പോൾ, അതായത് അവസാനത്തോടു കൂടിയൊക്കെ പുതിയ ജനറേഷൻ സൂപ്പർബ്, ഈ അടുത്ത് 1 മാസം മുമ്പാണ് പുതിയ ജനറേഷൻ സൂപ്പർബ് അൺവെയിൽ ചെയ്ത്, ആ വണ്ടി നമുക്ക് ഇന്ത്യയിൽ അവർ കൊണ്ടുവന്ന് ഇനിയും വിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും താൽക്കാലികമായി നമുക്കിപ്പോൾ ഇന്ത്യയിലെ സൂപ്പർബ് ഒഫീഷ്യലി സെയിലിൽ അവൈലബിൾ അല്ല. ഇനി അടുത്തത് സ്കോഡയുടെ ലൈനപ്പിൽ തന്നെ ഒരു ലെജൻഡറി ആയിട്ടുള്ള വാഹനമായിരുന്നു ഒക്ടാവിയ. മാർക്ക് 1 ഒക്ടാവിയ ആണ് സത്യം പറഞ്ഞ സ്കോഡയെ ഇന്ത്യയിൽ സ്കോഡ ആക്കിയത്. അതാണ് അവർ
അവരുടെ ഒരു പ്രോപ്പറായിട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വണ്ടികൾ വന്നു. ഇപ്പോൾ ഫാബിയ വന്നു, അതുപോലെ റാപ്പിഡ് വന്നു, അങ്ങനത്തെ വണ്ടികളൊക്കെ വന്നെങ്കിലും ആദ്യം സ്കോഡയെ ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അറിയപ്പെടുത്തിയ വാഹനം ഒക്ടാവിയാണ്. ഇതിൻ്റെ 4 ജനറേഷൻസ് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ജെൻ മാർക്ക് 1 ഒക്ടാവിയ, അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ജെൻ ലോറ എന്ന പേരിൽ വന്നു, തേർഡ് ജനറേഷൻ നമുക്ക് ഒക്ടാവിയ എന്ന പേരിൽ വന്നു, ഫോർത്ത് ജനറേഷനും 2021 ഒക്കെ ആയപ്പോഴേക്കും ഒക്ടാവിയ എന്ന് പറഞ്ഞ പേരിൽ വന്നു. ഈ വണ്ടിയും അവർ കൊണ്ടുവന്ന യൂണിറ്റുകൾ തീർന്നു. അതുപോലെ BS 6.2 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ സൂപ്പർബും ഒക്ടാവിയയും രണ്ടും നിർത്തിയത്. കാരണം 2 2 ലിറ്റർ TSI നമ്മുടെ BS 6.2 അപ്ഡേറ്റ് കംപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു. അത് കംപ്ലൈ ചെയ്യുന്ന ഒരു മോഡൽ ഗ്ലോബലി അവർ ഓൾ വീൽ ഡ്രൈവ് മോഡലായിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിവിടെ വന്നില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ കോഡിയാക്കും ടിഗ്വാനും ഒക്കെ ഇവിടെ ഇപ്പോഴും ഉള്ളത്. കാരണം അത് 4Motion അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജിയിലാണ് വരുന്നത്. ഇനി ഒക്ടാവിയയും കഴിഞ്ഞ വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും നിർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഓട്ടോക്കാരെന്ത് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 2024 ഒക്ടാവിയയുടെ VRS 245 എന്ന് പറയുന്ന ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ, ഇപ്പോഴത്തെ VRS 245 പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്, 3rd ജെൻ മോഡൽ പോലെയല്ല, 4th ജെൻ മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും ഇനിയോടെ വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് സ്കോഡ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് റൂമേഴ്സ് ആണ്. ഇനി നമ്മുടെ അടുത്ത വാഹനവും BS 6.2 അപ്ഡേറ്റ് വന്നപ്പം നിർത്തിപ്പോയ ഒരു വണ്ടിയാണ് നിസാൻ്റെ കിക്സ്. ഇതവർ എന്തിനാണ് ഇത്രയും കാലം വലിപ്പിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം 2022 ഡസ്റ്റർ നിന്നു. ഈ വണ്ടി ഡസ്റ്ററിന് അത്രയും പോലും വിൽക്കുന്നില്ലായിരുന്നു. എന്നിട്ട് പോലും ഡസ്റ്ററാണ് ആദ്യം നിന്ന് പോയത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മാസം 10, 5, 2, 3 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നത്. നിസാൻ പിന്നെ അവരുടെ ആ മറ്റേ വെബ്സൈറ്റിൽ കാണിക്കുമ്പോൾ മാഗ്നൈറ്റ് മാത്രം വേണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ ഇതും കൂടെ വെച്ചിരുന്നത്. എന്തായാലും BS 6.2 വന്നപ്പം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന എൻജിൻസ്, അതിപ്പോൾ 1.5 പെട്രോൾ ആയിക്കോട്ടെ 1.3 ടർബോ ആയിക്കോട്ടെ, രണ്ടും BS 6.2 കംപ്ലൈഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിത് നിർത്തേണ്ടി വന്നു. ഈ വണ്ടി B0 ആർക്കിടെക്ചറിലാണ് വന്നിരുന്നത്. അതായത് പണ്ട് നമ്മുടെ ഡസ്റ്റർ വന്ന 2012 ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആർക്കിടെക്ചറാണ്. അത് തന്നെയാണ് അവർ ഇത്രയും കാലം വലിപ്പിച്ചുകൊണ്ട് പോയത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല വണ്ടിയായിരുന്നു. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഹാൻഡ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ ഇതിൻ്റെ പ്രൈസിംഗ് കൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാരധികം ഈ വണ്ടി വാങ്ങിയിരുന്നില്ല. പിന്നെ 2019 വന്നപ്പോൾ ഡീസൽ ഉണ്ടായിരുന്നു. 2020 ആയപ്പോൾ അവർ അതും കൂടെ നിർത്തി. പിന്നെ ഇപ്പോൾ ആരും എന്തായാലും വാങ്ങില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത വാഹനം കിയ കാർണിവലാണ്. ഈ വണ്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ നമുക്കിപ്പോൾ ഗ്ലോബലി അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ഇന്ത്യയിൽ കിട്ടിയത് പഴയ കാർണിവലാണ്. അതുകൊണ്ട് തന്നെയാണ് 2023 ഈ വണ്ടി നിന്ന് പോയത്. ഇതിപ്പം നിന്ന് പോയതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുതിയ ജനറേഷൻ കാർണിവൽ ഇന്ത്യയിൽ ടെസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ 2024 അല്ലെങ്കിൽ 2025 ആകുമ്പോഴേക്കും ആ വണ്ടി നമുക്ക് ഇന്ത്യയിൽ കിട്ടും. അതുകൊണ്ട് നിന്ന് പോയ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കാർണിവൽ എന്ന് പറയുമ്പം അത്യാവശ്യം വലിയ സൈസുള്ള ഒരു ലക്ഷറി MPV അല്ലെങ്കിൽ ഒരു ലക്ഷറി വാൻ എന്ന് തന്നെ പറയാം. പിന്നെ ഇത് പഴയ ജനറേഷൻ മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കുറച്ച് ഡേറ്റഡ് ആയിരുന്നു. നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കിലിരിക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ എന്നാൽ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഡാഷ്ബോർഡൊക്കെ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. അതാണ് കാർണിവലിൻ്റെ കാര്യം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം നമ്മുടെ ഈ ലിസ്റ്റിലുള്ളത് മഹീന്ദ്രയുടെ KUV 100 NXT ആണ്. ഈ വണ്ടി മൈക്രോ SUV എന്ന് പറയുന്ന സെഗ്മെൻ്റൊക്കെ ആദ്യം തുടങ്ങി വെച്ച ഒരു വണ്ടിയാണ്. പക്ഷേ എന്നാൽ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഈ വണ്ടി അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഇറങ്ങിയ സമയത്തൊക്കെ ഒരു മാസം 500,000 വെച്ചൊക്കെ ഇത് വിൽക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒരു മാസമൊക്കെ നമ്മൾ മറ്റേ കിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ 1, 2, 3 അങ്ങനെയൊക്കെ വെച്ചാണ് ഈ വണ്ടി വിറ്റുകൊണ്ടിരുന്നത്. കുറേ കാലത്തേക്കൊക്കെ 0 വെച്ചും വിറ്റിട്ടുണ്ട്. BS 6.2 വന്നപ്പം മഹീന്ദ്ര നിർബന്ധിതരായി ഇത് നിർത്താനായിട്ട്. പിന്നെ മഹീന്ദ്ര 1.2 NA പെട്രോളൊന്നും 1.2 ഡീസലൊന്നും വേറെ അവരുടെ വണ്ടികൾ കൊടുക്കുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇത് നിർത്തുന്നത് തന്നെയായിരുന്നു ഏറ്റവും ഉചിതം. എന്തായാലും ഇതൊക്കെ ഓരോ വണ്ടികളുടെ കാലത്തിൻ്റെ പ്രശ്നമാണ്. ഇവരിങ്ങനെ ഈ വണ്ടി മര്യാദയ്ക്ക് അപ്ഡേറ്റ് ചെയ്തില്ല എന്നും പറയാം. കാരണം അല്ലെങ്കിൽ 2021 പഞ്ച് വന്ന് ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് പോകില്ലല്ലോ. ഇതിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡൽ അത്യാവശ്യം നല്ല ഡിസൈനും അതുപോലെ ഫീച്ചേഴ്സൊക്കെ വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ അവർക്ക് പിടിച്ച് നിൽക്കായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇപ്പോൾ പഞ്ച് ഒരു മാസം 14,000 15,000 ഒക്കെ വെച്ചാണ് ടാറ്റ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് 2023 നിർത്തിപ്പോയ 9 വണ്ടികൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.